الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് ആവുന്നത്ര പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൻ്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, മാന്യമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ആദ്യമായി സാമ്പത്തികമായ സുസ്ഥിതിയാണ് നമ്മളെല്ലാവരും കൈവരിക്കേണ്ടത്. സാമ്പത്തിക രംഗം കുറ്റമറ്റതും വിശുദ്ധമാക്കി തീർക്കേണ്ടതിനും ഒക്കെ ആവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന രീതിയിലാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂറ നിസായിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കവേ അള്ളാഹു പറയുന്നുണ്ട്, വലാ തുഅ്തു സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാധാരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് സുഫഹാകളായ കാര്യബോധമില്ലാത്ത ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ കാര്യബോധമുള്ള ആളുകളെയാണ് നിങ്ങൾ അത് ഏൽപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം എത്രമേൽ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയായാലും ഈ ധനത്തിനോടുള്ള, സമ്പത്തിനോടുള്ള ആർത്തി അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി എന്ന നിലയിൽ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നമുക്കൊക്കെ മനഃപ്പാഠമുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറ അൽ ആദിയാത്ത്. വൽ ആദിയാത്തി ലബ്ഹം ഫൽ മൂരിയാത്തി ഖദ്ഹം ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅ. ഒരു കുതിര തൻ്റെ യജമാനന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൊക്കെ പറയുന്നത്. ദീർഘമായി വലിയ നിശ്വാസങ്ങൾ പുറത്തുവിട്ട്
പ്രഭാത നേരത്ത് ഓടിക്കിതച്ച് തൻ്റെ യജമാനനെയും കൊണ്ട് തൻ്റെ കുളമ്പുകളിൽ നിന്നൊക്കെ തന്നെ തീപ്പൊരി പാറുന്ന വിധത്തിൽ വേഗതയിൽ യുദ്ധത്തിലേക്ക് കുതിച്ചു പോകുന്ന ഒരു കുതിര. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. നന്ദിയുള്ളവൻ എന്നതിൻ്റെ നേരെ വിപരീത പദമാണ് കനൂദ്. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ, ഖനൂദ് എന്ന് പറഞ്ഞാലോ നന്ദി കെട്ടവൻ. വഇന്നഹു അലാ ദാലിക ലശഹീദ്, കാരണം മനുഷ്യൻ തന്നെ അതിന് സാക്ഷിയാണ്. ആ കുതിരയ്ക്ക് എന്തേ കിട്ടുന്നുള്ളൂ? അതിനുള്ള ഭക്ഷണവും വെള്ളവും മാത്രമേ കിട്ടുന്നുള്ളൂ. എങ്ങോട്ട് തെളിച്ചാലും എങ്ങോട്ട് നയിച്ചാലും തൻ്റെ യജമാനൻ്റെ ഇംഗിതമനുസരിച്ച് അതിന് ആവുന്നത്ര വിധത്തിൽ അധ്വാനിച്ചുകൊണ്ട് ആ ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള നന്ദി അത് കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന മനുഷ്യൻ്റെ അവസ്ഥ നോക്കൂ. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യന് ധനത്തോടുള്ള സമ്പത്തിനോടുള്ള ആർത്തി അത് അധികമായി കൊണ്ടിരിക്കുകയാണെന്നാണ്. അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അത് കഠിനമാണ്. അത് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, അനന്തര സ്വത്തിനെ വാരിക്കൂട്ടി അത് കൈയടക്കി വെച്ചിട്ട് അത് അർഹരായ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കാതെ അതൊക്കെ എൻ്റേതാണ് എന്ന ധാരണയിൽ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തെ അധികമായി അമിതമായി അവൻ സ്നേഹിച്ചു പോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെയൊക്കെ വിശദീകരണം എന്നവണ്ണം പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബ്, ആദമിൻ്റെ ഒരു മകന് ഒരു താഴ്വര നിറയെ സ്വർണമുണ്ടെങ്കിലും അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, രണ്ടാമതൊരു താഴ്വര കൂടി ഉണ്ടാകണമെന്ന് അവൻ കൊതിക്കും, ഇഷ്ടപ്പെടും, ആഗ്രഹിക്കുമെന്നാണ്. ഈ മനുഷ്യന്റെ ആഗ്രഹം വല്ലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്, അവൻ്റെ ഈ കൊതി, ഈ അത്യാഗ്രഹം തീരണമെങ്കിൽ അവൻ്റെ വായിൽ മണ്ണ് നിറയുന്ന അവസ്ഥ വരണം. അവൻ മരിച്ച് ഖബറിലേക്ക് വെച്ച് അവൻ ഈ ദുനിയാവിൽ നിന്ന് അന്ത്യയാത്ര പോയാലേ അവൻ്റെ ഈ ആഗ്രഹം തീരുകയുള്ളൂ. റസൂലുള്ളാഹി പറയുന്നു, വയതൂബുല്ലാഹു അലാ മൻ താബ്, അള്ളാഹുലേക്ക് അനുദപിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. മുത്തഫഖുൻ അലൈഹി. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അധ്വാനമൊന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാൻ എങ്ങനെ കഴിയും എന്ന ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അതിൽ ഹക്കും ബാത്തിലും നോക്കുന്നില്ല, ഹറാമ് ഹലാലുകൾ പരിഗണിക്കുന്നില്ല, അവനവൻ്റേതാണെന്നോ ആരാൻ്റേതാണെന്നോ എന്ന ഒരു ചിന്തയുമില്ലാത്ത വിധത്തിൽ എങ്ങനെ വാരിക്കൂട്ടാൻ കഴിയും സമ്പത്ത് എന്ന രീതിയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ സ്വത്ത് അധ്വാനമില്ലാതെ സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തൊക്കെ കടും കൈകളും ക്രൂരതകളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ. സ്വന്തം മാതാപിതാക്കളെ വരെ അറുകൊല നടത്തുന്നു, കൂടപ്പിറപ്പുകളെയൊക്കെ നിർദാക്ഷിണ്യം വധിച്ചു കളയുന്നു, ഇല്ലാതാക്കുന്നു. വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും അയൽപക്കക്കാരും കൂട്ടുകാരുമൊക്കെ തക്കം കിട്ടിയാൽ അവരെ ചതിക്കുകയും വഞ്ചിക്കുകയും അവരിൽ നിന്നെല്ലാം തന്നെ ഇത് എങ്ങനെ നേടണം എന്ന ചിന്ത വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലയഅതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു കാലം വരാനുണ്ട്. എന്താണ് ആ കാലത്തിന്റെ സവിശേഷതയെന്നോ, ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ ഹലാലിൻ അം മിൻ ഹറാം. അന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് താൻ സ്വത്ത് സമ്പാദിക്കുന്നത് എന്ന് ആലോചിക്കുകയേയില്ല, നോക്കുന്നില്ല, അത് പരിഗണിക്കൂല. സ്വത്ത് കിട്ടിയാൽ മതി, സമ്പത്ത് ഉണ്ടായാൽ മതി, പണം.
എന്നൊരു ചിന്ത. അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ദാരുണമായ സംഭവങ്ങൾ മനുഷ്യൻ്റെ ഈ ആർത്തിയുടെ പേരിൽ ഉണ്ടായിത്തീരുന്നു. നമുക്കറിയാമല്ലോ, 1.5 വർഷം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു കൊലപാതക കേസിൻ്റെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഒരു ഹാജിയായ ബിസിനസ്സുകാരനാണ് അതിലെ ഇരയായിട്ടുള്ളത്. അതിൽ സംഭവിച്ചത് എന്താണ്? 2 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 590 പവൻ ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഈ ഹാജിയാർ അതൊരു ജിന്നുമ്മയുടെ അരികിലാണ് കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേത് പണത്തിനോടുള്ള അമിതമായ അതിമോഹമാണ്. രണ്ടാമത്തേതോ അന്ധവിശ്വാസമാണ്. ഇരട്ടിപ്പിക്കുക, 590 പവൻ ഇരട്ടിയായാലും എത്ര ഉണ്ടാകും? അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്നാൽ ഇരട്ടിയാക്കി തരും എന്ന് ഏതെങ്കിലും ഒരു ജിന്നുമ്മയോ ഒരു ബീവിയോ ഒരു തങ്ങളോ ഒരു സിദ്ധനോ ഒരു ജ്യോത്സ്യനോ ഒക്കെ പറയുകയാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കാൻ മാത്രം വിധത്തിൽ അന്ധവിശ്വാസത്തിന് അടിപ്പെട്ടു പോയിക്കൊണ്ടിട്ടുള്ള ഒരു ജനതയെ, സമൂഹത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ 1 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരികയാണെങ്കിൽ മാസം 5000 തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുകളുടെ പണം വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരുണ്ട്. പല പേരിലുമാണ്. മണി ചെയിൻ, ഇതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പ് കേന്ദ്രങ്ങളും സംഘങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ഉത്ബുദ്ധരാണെന്ന് പറയുന്ന ഈ മലയാളികൾ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തപ്പെടുന്നത്. അത്ഭുതാഹമായ ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും കൊടുക്കുകയാണ്, അധികം കിട്ടുകയല്ലേ. എന്നിട്ടോ ഇതിൽ പറ്റിക്കപ്പെട്ടാലോ വഞ്ചിക്കപ്പെട്ടാലോ ചതിക്കപ്പെട്ടാലോ ആരും പറയില്ല. കേസ് കൊടുക്കാൻ പോലും കഴിയില്ല. കേസ് കൊടുത്താൽ അവർ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം പൈസ ഉണ്ട് എന്നുള്ളതിന് തെളിവ് ഹാജരാക്കേണ്ടി വരും. രേഖാമൂലം സമ്പത്തിന് ഇവിടെ തെളിവുകൾ ഉണ്ടാകേണ്ടി വരും. അപ്പൊ അത് ഈ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടേണ്ടി വരും. ഇങ്ങനെ മനുഷ്യന്മാർ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. അതും അന്ധവിശ്വാസങ്ങളിലാണ് ഇതൊക്കെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഈ സമൂഹത്തിന്റെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക. ഇങ്ങനെ ഇരയായിട്ടുള്ള ആളുകൾ എത്രയോ ഉണ്ട് ഇവിടെ. മനുഷ്യന്മാർ ഇതിലൊക്കെ എത്രയോ സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട്. എത്ര പൊട്ടി പൊളിഞ്ഞ് പാളീസായി പോയാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കിട്ടുമല്ലോ എന്ന് കരുതി വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട യഥാർത്ഥ നിലപാട് എന്താണ് എന്നും എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നും പ്രമാണബദ്ധമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ജിന്നുമ്മാന്റെ കേസാണെങ്കിൽ ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ജിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസം പണ്ടില്ലാത്ത വിധം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ജിന്നു വർഗത്തിന് ഏതേതൊക്കെ നിലക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നത് ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് കുറച്ച് ഖുതുബകളിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അദൃശ്യമായ നിലക്ക് അഭൗമികമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭൗതികമായ രീതിയിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു തരാൻ അവർക്ക് കഴിയുമോ ഇല്ലേ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ കൂടോത്രവും ഹോമവും ജിന്ന് കൂടലും അത് അടിച്ചിറക്കലുമൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ തുടച്ചു നീക്കിയ അന്ധവിശ്വാസങ്ങളും ആചാര വൈകൃതങ്ങളുമായിരുന്നു. വീണ്ടും അത് ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. സാമ്പത്തിക രംഗത്ത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന അച്ചടക്കങ്ങൾ,
അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വത്ത് നമുക്ക് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നതാണ്. സമ്പത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. അവന്റെ കയ്യിലാണ് സമ്പത്ത് നമുക്ക് നൽകാനുള്ളതെല്ലാം ഉള്ളത്. അതിന്റെ ഖജനാവുകൾ അത് അവന്റെ കയ്യിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള ജീവിത വിഭവങ്ങൾ നൽകുന്നവനാകുന്നു. റാസിഖ്, റസ്സാഖ് എന്നൊക്കെ അള്ളാഹുവിന്റെ 99 സുന്ദര നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ്. വിശ്വാസികളായ നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ പേരുകൾ ഇങ്ങനെ പരിചയപ്പെട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകുന്നത്. നിങ്ങൾക്ക് എത്ര തരണം, എത്ര ലാഭമുണ്ടാക്കണം, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കൃഷിയിൽ എത്ര വിളവുകൾ ഉണ്ടാകണം, നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന് എത്ര പ്രതിഫലം കിട്ടണം, ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ കൺട്രോൾ ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ ദുൽ ഖുവ്വത്തിൽ മതീൻ, അവൻ ശക്തനും കരുത്തനുമാണ്. ഈ ലോകത്തെ മുഴുവൻ പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്നവനാണവൻ. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചത്തെ, ആകാശഭൂമികളെ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അതിൻ്റെ പേരിൽ ഒരു പ്രയാസമോ ക്ഷീണമോ അവൻ ഉണ്ടാവുകയില്ല. അത് അവനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുക എന്നുള്ളത് പടച്ചോനൊരു പ്രയാസമുള്ളതല്ല. നമുക്കൊരു 5 സെന്റ് സ്ഥലത്തൊരു വീടും അവിടെയുള്ള മക്കളെയും കുടുംബത്തെയൊക്കെ പരിപാലിക്കാനുള്ള ഒരു പ്രയാസം ആലോചിച്ച് നോക്കൂ. പഠിച്ചവൻ അങ്ങനെയല്ല. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമുഖത്തുള്ള എല്ലാ ജീവികൾക്കും ഉപജീവനം നൽകുന്ന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പടച്ച തമ്പുരാനിലുള്ള കാര്യമാണത്. അത് പടപ്പുകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അല്ലാഹുല്ലദീ ഖലഖക്കും, ആ അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ റസഖക്കും, പിന്നീട് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ. സുമ്മ യുമീതുക്കും, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നവൻ. സുമ്മ യുഹീക്കും, മരണാനന്തരം വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഹൽ മിൻ ശുറകാഇക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഏതെങ്കിലും സിദ്ധനോ തങ്ങൾക്കോ ബീവിക്കോ ജിന്നുമക്കോ ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾക്ക് റിസ്ക് തരാൻ, നിങ്ങളെ പണം കൊണ്ടേ കൊടുത്താൽ ഇരട്ടിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിന് വിശ്വസിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അള്ളാഹുവിനെ ഏത് സ്ഥാനത്താണ് നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്, നിർത്തിയിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ പഠിക്കണം. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരമപരിശുദ്ധനാകുന്നു എന്ന് പറയുന്നു. വ ഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എന്തൊരു വസ്തു ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് ജീവിത വിഭവമായി അള്ളാഹു നൽകുന്നത്, അതിൻ്റെ മുഴുവൻ ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അരികിലാകുന്നു. ഇതൊക്കെ നാം ഇറക്കി തരുന്നതും എങ്ങനെയാണെന്നോ? ഇല്ലാ ബിഖദരിൻ മഅലൂം, ഒരു നിർണിത കണക്കനുസരിച്ച് മാത്രമേ അള്ളാഹു ഇറക്കുന്നുള്ളൂ എന്നാണ്. ഈ ഭൂമിയിലേക്ക് ഒന്നിച്ചിറക്കുന്നതാകട്ടെ, ഓരോ വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാകട്ടെ ഓരോ കണക്കനുസരിച്ചാണ്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരീ സഹോദരന്മാർക്ക് കിട്ടുന്ന ജീവിത വിഭവങ്ങൾ ഒരേ മാതിരിയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് ഒരു കുടുംബത്തിലെ എല്ലാ മക്കൾക്കും സ്വത്ത് തുല്യമായി വീതിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, ആണിനും പെണ്ണിനും ഒക്കെ. ആ സ്വത്ത് വീതിച്ചു കൊടുത്തുകൊണ്ട് ഇനി നിങ്ങൾ ജീവിച്ചോളി മക്കളെ എന്ന് അവർ പറഞ്ഞ് അവർ ജീവിതം ആരംഭിച്ചാൽ എല്ലാ സമയത്തും ഈ തുല്യമായ സ്വത്തോ അതിൽ അവർ വർദ്ധിപ്പിച്ച സ്വത്തോ തുല്യമാകുമോ?
സാമ്പത്തികമായി സോഷ്യലിസം ഇവിടെ നടക്കുകയില്ല, അത് നടപ്പിലാകൂല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഈ കാരുണ്യം അവരാണോ വീതിച്ചു കൊടുക്കുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിയായ ജീവിതത്തിൽ അവരുടെ മഈശത്തിനെ, അവർക്ക് ജീവിക്കാനുള്ള ഉപാധിയെ വീതിച്ചു കൊടുക്കുന്നത് നാമാണ് എന്നാണ്. ഒരു ബാപ്പാന്റെ മക്കൾ തന്നെ ഏതേതൊക്കെ സാമ്പത്തിക നിലവാരത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആണ് ഇത് നൽകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ചാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. വമിൻ റഹ്മത്തിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലക്കും തഷ്കുറൂൻ. രണ്ടാമതായി, സമ്പത്ത് വെറുതെ നമ്മുടെ കയ്യിലേക്ക് വരൂല, വ്യാമോഹിച്ചു നിന്നിട്ടില്ല. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പേറിക്കൊണ്ട് ഇതേപോലെ ഏതെങ്കിലും ചതിക്കുഴിയിൽ പോയി ചാടിയിട്ടും കാര്യമില്ല. ഖുർആനും ഇസ്ലാമും പറയുന്നത് എന്താണെന്നോ? നിങ്ങൾ അധ്വാനിക്കണമെന്നാണ്, നിങ്ങൾ പണിയെടുക്കണം. വിശുദ്ധ ഖുർആനിന്റെ എത്ര ആയത്തുകളാണ് ഈ കാര്യം മനുഷ്യ സമൂഹത്തെ ഉണർത്തുന്നതെന്നോ? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി, രാത്രിയിൽ ശാന്തരായി വിശ്രമിക്കാൻ വേണ്ടി, പകലിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യത്തെ തേടി പുറപ്പെടാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് നൽകിയവനാണ് അള്ളാഹു. വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലക്കും തഷ്കുറൂൻ. ഈ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. വജഅൽന അന്നഹാറ മഅശ, പകലിനെ അള്ളാഹു നിങ്ങൾക്ക് ജീവസന്ധാരണ വേളയാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം കാണുന്ന ആളുകളോട് ചോദിക്കും, എന്താണ്, എന്താ ജോലി, എന്താ നമുക്ക് പണി, എന്താ ഏർപ്പാട്? ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവം അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പാടില്ല മനുഷ്യൻ എന്നാണ്. നിങ്ങളൊരു മുഅ്മിനാണോ, ഒരു മുസ്ലിമാണോ, നിങ്ങൾ അടങ്ങിയിരിക്കാൻ പാടില്ല. ആരോഗ്യമുണ്ടെങ്കിൽ, അധ്വാനിക്കാനുള്ള ശേഷിയും കഴിവും ശേമുഷിയും ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചടഞ്ഞിരിക്കരുത്. ഞാൻ പെൻഷനറാണ് എന്ന് പറഞ്ഞ് പെൻഷൻ പറ്റിയിരിക്കും, അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല എന്നാണ്. നമ്മൾ മരണം വരെ എന്തെങ്കിലും ഭൗതിക ജീവിതത്തിന്റെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിലോ പ്രവൃത്തിയോ പണിയും പ്രവൃത്തി നമ്മൾ പറയില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഖുർആൻ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ അകല അഹദുൻ തുആമൻ ഖത്തു മിൻ അൻ യഅകുല മിൻ അമലി യദിഹി എന്നാണ്. ഏതൊരു മനുഷ്യനും തിന്നുന്ന ഏറ്റവും രുചിയുള്ള ഭക്ഷണം അവന്റെ കൈ കൊണ്ട് അവൻ അധ്വാനിച്ച് തിന്നുന്നതാണ് എന്നാണ്. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിന്റെ പേരിൽ, സമ്പാദ്യത്തിന്റെ പിന്നിൽ അധ്വാനമുണ്ടാകണം. കായികമായ അധ്വാനമാകാം, നമ്മുടെ ബുദ്ധിയാകാം, ആലോചനയാകാം. ഇതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് മുടക്കുന്നത്, അതിൻ്റെ വിഭവങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി അതേപോലെ പറഞ്ഞു, ഇന്ന നബിയല്ലാഹി ദാവൂദ്, അള്ളാഹുവിന്റെ നബിയായ ദാവൂദ് അലൈഹിസ്സലാം, കാന യഅകുലു മിൻ അമലി യദിഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച വിഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭക്ഷിച്ചിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാവൂദ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ആരാ? അള്ളാഹു ഒരുപാട് അതിരും എതിരുമില്ലാത്ത അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ചൊരിഞ്ഞു കൊടുത്ത ആളാണ്. നുബുവത്തിന്റെ കൂടെ മുൽക്കും കൂടി, രാജാധികാരം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ രാജാവായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്ന പല ആയത്തുകളുണ്ട്. അതിലൊന്നാണ് യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ വഅലന്നാ ലഹുൽ ഹദീദ്. പർവ്വതങ്ങളോടും പക്ഷികളോടും ദാവൂദിന്റെ സങ്കീർത്തനങ്ങളോടുകൂടെ സങ്കീർത്തനങ്ങളിൽ മുഴുകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു എന്നാണ്. സബൂർ ആണ് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ വേദഗ്രന്ഥം. സങ്കീർത്തനങ്ങളായിരുന്നു.
അദ്ദേഹം കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ പർവ്വതങ്ങളും പക്ഷികളും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅലന്നാ ലഹുൽ ഹദീദ്, ഏറ്റവും ഉറപ്പുള്ള ഒരു ലോഹമായ ഹദീദിനെ, ഇരുമ്പിനെ അദ്ദേഹത്തിന് നാം മൃദുലമാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പ് കൊണ്ട് ഉപകരണങ്ങളും ആയുധങ്ങളും മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയാണ് ജീവിച്ചത് എന്നാ പറഞ്ഞത്. ഇരുമ്പ് പണിയെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ ഇവിടെ പറയാ? പെരുങ്കൊല്ലൻ, കൊല്ലൻ, കരുവാൻ എന്നൊക്കെ പറയും. ദാവൂദ് അലൈഹിസ്സലാമിന്റെ ജോലി അതായിരുന്നു. എല്ലാ അമ്പിയാക്കളും ഏതെങ്കിലും ഒരു തൊഴിൽ ജീവിച്ച ആളായിരുന്നു. കച്ചവടക്കാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, കൃഷി ഫാമുകൾ നടത്തിയ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്. മൂസാ നബിന്റെ ഫാദറിലോ 10 വർഷമാണ് അദ്ദേഹത്തിന്റെ ആടുകളെ മൂസാ അലൈഹി സ്വലാം മേയിച്ചു കൊടുത്തത്. കൃഷിയും ആടുകളും. തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാനുള്ള മഹറായി നിശ്ചയിച്ചതായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് തരുന്ന ഈ ചരിത്രങ്ങൾ, അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, അവരൊന്നും അടങ്ങിയിരിക്കുന്നവരായിരുന്നില്ല. പണിയെടുക്കണമെന്ന ഖുർആനിന്റെ ഈ ആഹ്വാനം. തട്ടിപ്പിൽ കുടുങ്ങരുത്, ഇതിലൊന്നും വഞ്ചിതരാകരുത്, ഈ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകരുത്. വിശുദ്ധ ഖുർആൻ ഇസ്ലാം മനുഷ്യമാനവ സമൂഹത്തിന് നേരായ വഴി കാണിച്ചു തരുന്ന ഒരു ദിവ്യ ഗ്രന്ഥമാണ്, ഉന്നതമായ പരിശുദ്ധമായ ഒരു മതമാണ്. അത് അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലേക്ക് ഒരു അൻസാരി സഹാബി കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെയാണ് റസൂലിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് കേട്ട് റസൂൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഞാൻ കിടക്കുമ്പോൾ വിരിക്കുന്ന ഒരു വിരിപ്പ്, അതുതന്നെയാണ് ഞാൻ പുതക്കലും, അതിൻ്റെ ഒരു തല കൊണ്ട്. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന ഒരു തോൽപാത്രം, അതാണുള്ളത് റസൂല് പറഞ്ഞ എന്താണ്? അതേ ഉള്ളൂ, എന്നാൽ എന്തെങ്കിലും സഹായം ചെയ്യാമെന്നല്ല, അത് രണ്ടും അങ്ങോട്ട് കൊണ്ടുപോകാന്ന റസൂൽ. എന്നിട്ട് സഹാബികളോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ അനുചരന്മാരോട്, ഈ 2 വസ്തുക്കൾക്ക് ആവശ്യമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ 1 ദിർഹം തരാം. റസൂൽ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതിൻ്റെ ആവശ്യക്കാരുണ്ടോ? വേറൊരു സഹാബി പറഞ്ഞു, ഞാൻ 2 ദിർഹം തരാം നബി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് 2 ദിർഹം തിരിച്ചു വാങ്ങി. ഈ സുഹൃത്തിന് 2 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് നീ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കും. മറ്റേ 1 ദിർഹമിന് നീ ഒരു മഴു വാങ്ങിക്കൊണ്ടുവരണം എന്നാണ് റസൂൽ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഒരു മഴു വാങ്ങിക്കൊണ്ടുവരുന്നു. പ്രവാചകൻ തന്നെ അതിനൊരു പിടിയെ ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, 15 ദിവസം മദീനയുടെ ഈ പരിസരത്തൊന്നും നിന്നെ കാണാൻ പാടില്ല, മല കയറണം, എന്നിട്ട് വിറക് വെട്ടി അത് വിറ്റ് നീ അധ്വാനിക്കാൻ പഠിക്കണം. പ്രവാചകൻ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. റസൂല് പറഞ്ഞ പോലെ തന്നെ 15 ദിവസം അവിടെ പിന്നെ മദീനത്ത് അദ്ദേഹമല്ല. ഇതാണ് വിറക് വെട്ടി അത് വിറ്റ് അദ്ദേഹം. പിന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നു. റസൂലേ,
നിങ്ങൾ ആ പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്തു, എൻ്റെ ജീവിതത്തിൽ നല്ല ആശ്വാസമാണ്. ഇപ്പൊ എൻ്റെ കയ്യിൽ 10 ദിർഹം ബാക്കിയുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട്, അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ മുതുകിൽ വിറക് വെട്ടി ആ വിറകും കെട്ടു ചുമന്ന് പോയി അത് വിറ്റ് ജീവിക്കുന്നതാണ് ഖൈറും മിൻ അൻ യസ്അല അഹദ, മറ്റുള്ള ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ കൈ നീട്ടുന്നതിനേക്കാൾ ഉത്തമം എന്ന് റസൂല് പറഞ്ഞു. ഫയുഅ്തീഹി ഔ യംനഉഹു, കൈ നീട്ടിയാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അതിനേക്കാൾ ഉത്തമം ഇതാണ്. നമ്മുടെ അങ്ങാടികളിലോ നോക്കൂ നിങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ നമുക്കിടയിൽ എത്രയോ മനുഷ്യന്മാരുണ്ട്. ഈ നമ്മുടെ തുണിഷാപ്പുകളിൽ നിന്നും മറ്റു ഷോപ്പുകളിൽ നിന്നൊക്കെ പുറത്തു കിടക്കുന്ന ചട്ടകളും അതുപോലുള്ള പേപ്പറുകളും നുള്ളിപ്പെറുക്കി, മനുഷ്യൻ കുടിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നുള്ളിപ്പെറുക്കി, ഇങ്ങനെ അവനവന്റെ ജീവിതോപാധി കണ്ടെത്തുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? യാചിക്കാൻ, കൈനീട്ടാൻ മടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണിയും പ്രവൃത്തിയും എടുത്ത് നടക്കണമെന്ന ഈ മനസ്സ്, അത് ഈമാനിൽ പ്രചോദിതമായി ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ഇസ്ലാം നമ്മിലെല്ലാം സൃഷ്ടിക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ്. പള്ളിയിലെ ഇബാദത്തായിട്ട് ഇങ്ങനെ ചടഞ്ഞുകൂടുന്നതിനെയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ വെള്ളിയാഴ്ച ജുമയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിന്റെ മൂലയിലുണ്ട് കുറച്ച് ആൾക്കാർ വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ആയിട്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അൻതും, ആരാണ് നിങ്ങൾ? അവര് പറഞ്ഞു, നഹ്നുൽ മുതവക്കിലൂന അലല്ലാഹ്, ഞങ്ങളെ കാര്യമൊക്കെ പഠിച്ചോനെ ഏൽപ്പിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ കൊണ്ട് നടക്കാനുള്ള ഒരു വടിയുണ്ട്, അതിന്റെ തലമാരി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകണം, പള്ളി ഇത് അള്ളാഹിന്റെ പള്ളിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്ന് കേട്ടിട്ടില്ലേ? ഫൈദാ ഖുലിയത്തിസ് സ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ഫന്തശിറു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ പരന്നൊഴുകണം. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് ഒരുക്കി വെച്ച ഫളിൽ തേടി നിങ്ങൾ പോകണം എന്നാണ്. നയിച്ചു തിന്നണം തന്നെ. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണ്. അദ്ദേഹം പറഞ്ഞു, അന്നസ്സമാ ലാ തുംതിറു ദഹബൻ വലാ ഫില്ല, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും വർഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പഠിച്ചോൻ പറഞ്ഞ പോലെ അധ്വാനിച്ചാൽ അവൻ കണക്കാക്കിയത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഇവിടെയൊക്കെ ഇസ്ലാം എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നുപോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങളോട് ഏറ്റവും അലിവും സ്നേഹവും കാണിക്കുന്ന വദൂദും റഹ്മാനുമായ റബ്ബേ, നിന്റെ ഫضല് കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർ എല്ലാവർക്കും റഹ്മാനെ നീ ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.